ശ്രീ CR രാധാകൃഷ്ണൻ, ഇവിടെ ദേവസ്വത്തിന്റെ ഭരണ സംവിധാനങ്ങൾ പാളിപ്പോകുന്നത് എവിടെയൊക്കെയാണ്? അത് എന്തുകൊണ്ടാണ്? വെറും ഉദ്യോഗസ്ഥർ മാത്രം വിചാരിച്ചാൽ ഇത്ര വലിയൊരു കൊള്ള, പ്രത്യേകിച്ച് നമ്മൾ ശബരിമലയുടെ വിഷയം എടുക്കുകയാണെങ്കിൽ ഇത്ര വലിയ ഒരു കൊള്ള നടക്കും എന്ന് പറയാൻ കഴിയുമോ? അപ്പോൾ കൃത്യമായി ഇവർക്കൊക്കെ ഒരു ആത്മവിശ്വാസം നൽകുന്ന, എന്ത് അപകടത്തിൽപ്പെട്ടാലും തങ്ങൾ രക്ഷിച്ചുകൊള്ളാം എന്നെവിടെയിരുന്നോ പറയുന്ന ഒരു നേതൃത്വം, അത് പാർട്ടിയുടെ സ്വാധീനമാണോ ഭരണ സ്വാധീനമാണോ? എന്തായാലും അതിൻ്റെ പിൻബലമുണ്ട് എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടല്ലേ ഈ കോടിക്കണക്കിന് രൂപയുടെ കൊള്ള ഇങ്ങനെ നിർബാധം നടക്കുന്നത്? അത് പൂർണ്ണമായും ശരിയെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ ഭാഗികമായി ശരിയാണ് താനും. ഒന്നാമത്, എൻ്റെ ഒരു സർവീസ് കാലത്ത് ഞാൻ ഈ ദേവസ്വം ജീവനക്കാരെ മനസ്സിലാക്കിയ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഈ ക്ഷേത്രത്തിലെ ജീവനക്കാർക്കും ഉദ്യോഗസ്ഥന്മാർക്കും അവരുടെ സ്വഭാവത്തിൽ രണ്ട് പ്രത്യേകതകളാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ഭയപ്പാടുണ്ടെങ്കിൽ ആരുടെയും കാലേ വീഴും, ഭയമില്ലെങ്കിൽ ആരുടെയും തലയിലും കയറും. ഈ രണ്ട് സ്വഭാവമല്ലാതെ അതിനൊരു മധ്യ സ്വഭാവം അവർക്കില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് വേണം? നല്ല കർക്കശമായ ഭരണാധികാരികൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൽ അമരത്ത് വന്നാൽ, ഒന്ന്, ആ 4 വർഷമായിരുന്നു ആക്റ്റിൽ ഇതിൻ്റെ പ്രൊവിഷൻ. അത് ഗവൺമെൻറ് 2 കൊല്ലമായി. അത് വാസ്തവത്തിൽ ഒരു വലിയ വീഴ്ചയാണ്. കാരണം വന്ന് ഈ സ്ഥാപനം പഠിച്ചൊന്ന് മനസ്സിലാക്കാൻ പോലും 2 വർഷം അപര്യാപ്തമാണ്. നേരത്തെ 4 വർഷമായിരുന്നു. 2, ഈ റിക്രൂട്ട്മെൻറ്റ് നിയമനങ്ങൾ ഇവരുടെ കയ്യിലായിരുന്നു. ഇവരുടെ കുഴപ്പം കൊണ്ടാണ് നഷ്ടപ്പെട്ടത്. അത് മിസ്യൂസ് ചെയ്തപ്പോഴാണ് അത് നഷ്ടപ്പെട്ടത്. 3, ഇവർക്കുള്ള റൂൾ മേക്കിംഗ് പവേഴ്സിൽ റെഗുലേറ്റ് ചെയ്തു ദേവസ്വം ബോർഡിൻ്റെ. അപ്പം നമ്മുടെ മുമ്പിലുണ്ട് ഇത് 1949 ആദ്യത്തെ ബോർഡ്, തിരുവിതാംകൂർ മഹാരാജാവ് നിയമിച്ച ആദ്യത്തെ ബോർഡ്. മന്നത്ത് പത്മനാഭൻ, R. ശങ്കർ, ജസ്റ്റിസ് ശങ്കരനാരായണൻ. അവിടെ നിന്ന് ഇങ്ങോട്ട് വന്ന മഹാരഥന്മാരുടെ ഒരു നിരയുണ്ട് നമ്മുടെ മുമ്പിൽ. അന്ന് ഈ ഹിന്ദുധർമ്മ സ്ഥാപനങ്ങളൊക്കെ നല്ല ഭംഗിയായി ഭയഭക്തിയോടുകൂടി നന്നായിട്ട് നടത്തിയിരുന്ന അനുഭവങ്ങളാണ് നമുക്കുള്ളത്. ഏതാണ്ട് 1980-85 വരെ. അത് കഴിഞ്ഞ് എന്താണ് സംഭവിച്ചത്? അപ്പോൾ കർക്കശമായ ഒരു ഭരണാധികാരികളുടെ, ഒരു ശാസനയുള്ള ഭരണാധികാരിയുടെ അഭാവം ഇപ്പോൾ ഈ സ്ഥാപനം അനുഭവിക്കുന്നുണ്ട്. അത് രാഷ്ട്രീയമെന്നോ അരാഷ്ട്രീയമെന്നോ ഒക്കെ നമുക്ക് പറയാം. ഒരു രാഷ്ട്രീയക്കാർക്ക് ഇവിടെ വരാൻ പാടില്ല, ഇവിടെ ഉള്ളവർ രാഷ്ട്രീയം പാടില്ല. കാരണം ഇവിടെ ഈ നമ്മുടെ HRA ആക്റ്റിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും ഈ ഉദ്യോഗസ്ഥന്മാരും ഒക്കെ പബ്ലിക് സർവൻറ്റുകളാണ്, പൊതുസേവകരാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയുന്നത്, ഇവിടെ വരുന്ന ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും അംഗങ്ങളും ഈ മൈനറുകളായ ഈ ഈശ്വരന്മാരുടെ അല്ലെങ്കിൽ ഈ വിഗ്രഹങ്ങളുടെ കാര്യത്തിൽ വീഴ്ച വരുത്തുകയോ ആ സ്ഥാപനത്തിന് നഷ്ടം വരുത്തുകയോ അതിനെ തകർക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ തീർച്ചയായും ഇവർ സമാധാനം പറയേണ്ടി വരും. അത് ഇവരുടെ ടെന്യൂർ കഴിഞ്ഞ് വീട്ടിൽ ഇരുന്നാലും അവരെ പിടിക്കും. കാരണം അതിന് ലിമിറ്റേഷൻ ഇല്ല, ആ നിയമത്തിന് ലിമിറ്റേഷൻ ഇല്ല. പല പഴയ ബോർഡ് മെമ്പർമാരും കൊണ്ടുവന്ന് കാശടച്ചിട്ടുണ്ട് സർച്ചാർജ് ചെയ്യാൻ. വളരെ ഗുരുതരമായ നല്ല കർശനമായ നിയമം അതിലേർപ്പെടുത്തി. പക്ഷേ ഇതിലൊന്നും ഒരു ബോധമില്ലാതെ വേണ്ടത്ര ഗൗരവം സ്വീകരിക്കാത്ത ബോർഡ് നിയമനങ്ങൾ, അത് ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന പ്രവണത എന്താ എനിക്കറിഞ്ഞുള്ള നമ്മുടെ സമൂഹത്തിൽ ഇപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുവരുന്നത്. രഘുവംശം എന്ന് പറയുന്ന നമ്മുടെ കാളിദാസൻ്റെ മഹാകാവ്യമാണ്. 29 രാജാക്കന്മാരുടെ കഥയാണത്. ദിലീപൻ, രഘു, അജൻ, ദശരഥൻ, രാമൻ, ഇങ്ങനെ ലക്ഷ്മണൻ, അവസാനം അഗ്നിവർണ്ണൻ എന്ന് പറയുന്ന ഒരു രാജാവ്, 29ാമത്തെ രാജാവ് വരുമ്പോൾ സഹജമായി മദ്യസേവയും അങ്ങനെ ക്ഷയം പിടിച്ച് ചത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ അതുപോലെ നമ്മൾ കണ്ടുവരുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഈ 1949 മുതൽ ഇങ്ങോട്ടുള്ള മഹാരഥന്മാരായ ബോർഡ് പ്രസിഡൻറ്റുമാർ, അത് മക്കപ്പുഴ വാസുദേവൻ നായരായാലും മങ്കുഴി മാധവനായാലും B. പരമു ആയാലും തണ്ടമ്മേലിപ്പിള്ള എന്നൊക്കെ പറഞ്ഞ് ഈ അവസാനം വരെ ഞങ്ങളുടെയൊക്കെ ഒരു കാലത്ത് തന്നെ ഈ അടൂർ പ്രകാശിൻ്റെ അച്ഛൻ അടൂർ കുഞ്ഞിരാമൻ ദേവസ്വം ബോർഡ് മെമ്പർ, ഇത്രയും കൃത്യതയോടെ കാര്യങ്ങൾ നടത്തുന്ന ശുദ്ധിയുള്ളൊരു ബോർഡ് മെമ്പറെ ഞാൻ കണ്ടിട്ടില്ല. അത് കഴിഞ്ഞ് TN ഉപേന്ദ്രനാഥക്കുറുപ്പ്, N. ഭാസ്കരൻ നായർ, നമ്മുടെ കേരള യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന ഡോക്ടർ N. ബാബു, ഇങ്ങനെ തുടങ്ങിയ നല്ല സമൂഹത്തിൽ അംഗീകാരമുള്ള, സമൂഹത്തിൽ വിലയും നിലയുമുള്ള ആളുകളാണ് ഈ കസേരയിൽ വന്നിരുന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്ന എന്തോ അതെന്തിന് രാഷ്ട്രീയമാണോ, അതല്ലെങ്കിൽ അവരുടെ ഒരു സമൂഹത്തിലൊരു ഭയമാണോ, അവർ കർക്കശമായ ഭരണാധികാരികളാകാൻ മടിക്കുകയാണ്. എന്തുകൊണ്ടാണ് മടിക്കുന്നതെന്നറിയില്ല.
അവരുടെ മുമ്പിൽ കടലാസ് വന്നാൽ സസ്പെൻഡ് ചെയ്യത്തില്ല. ഇപ്പോൾ ഈ വളരെ ഒരുപാട് കാര്യങ്ങളറിയാം. കാരണം ഈ വളരെ ഗുരുതരമായ അച്ചടക്ക ലംഘനം, ഒരു ചീഫ് എഞ്ചിനീയർ ഒരു 18 കോടി രൂപയുടെ വർക്ക് ചെയ്യാതെ ബില്ല് എഴുതിയെടുത്തു. സ്റ്റേറ്റ് വിജിലൻസ് പിടിച്ചു, അയാളെ റിപ്പോർട്ട് കൊടുത്തു, അയാളെ സസ്പെൻഡ് ചെയ്തു. അടുത്ത ബോർഡ് അയാളെ കുറ്റവിമുക്തനാക്കി. ഇപ്പോൾ അയാൾ ഈ 18 കോടി രൂപയുടെ വർക്ക് 18 ലക്ഷം രൂപയുടെ വർക്ക് ചെയ്തൊക്കെ വേറെ സർവീസിലാന്ന് അവനെ ടെർമിനേറ്റ് ചെയ്യും. വേറൊരു ഉദ്യോഗസ്ഥൻ ഹിമാചൽ പ്രദേശിലെ ഒരു കള്ള ഡിഗ്രി ഈ ഗ്രാജുവേഷൻ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി. ഇത് പിടിച്ചിട്ട് നമ്മുടെ ഇൻറ്റേർണൽ വിജിലൻസ് SP പോയി പിടിച്ച് ഇവനെതിരെ അച്ചടക്ക നടപടിയെടുക്കുന്നത് ശുപാർശ ചെയ്തു. കണ്ടാൽ നമ്മൾ പൊട്ടിച്ചിരിക്കും. ഒരു പ്രൊസീഡിങ്സ് ബോർഡിൽ ഇറങ്ങി, വേണേ ഞാൻ കൊണ്ടുതരാം. ഈ ഉദ്യോഗസ്ഥനെല്ലാം സമ്മതിച്ചിരിക്കുന്നു, അയാൾക്കൊരു പിഴവ് പറ്റിയതാണ്, ബോർഡിനോട് കുറ്റമേറ്റു പറഞ്ഞിരിക്കുന്നു. ജാഗ്രതക്കുറവിന് താക്കീത് ചെയ്യുന്നു. ലോകത്ത് ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു ശിക്ഷാ നടപടി. ഇങ്ങനെ ഒരു ബോർഡ് ഇരുന്നാൽ ഈ സ്ഥാപനം ഇതിനേക്കാൾ ഗുരുതരമായ ദയനീയമായ അവസ്ഥയിലേക്ക് പോവും എന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ കോടതി എനിക്ക് തോന്നുന്നു വല്ല അഡ്മിനിസ്ട്രേറ്ററെയും വെച്ച് കാരണം നമുക്കറിയാം 2007 ജനുവരി മാസം വളരെ ഗുരുതരമായ ബോർഡിൻ്റെ ചില പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് കോടതി ജസ്റ്റിസ് AR ലക്ഷ്മണൻ അവർ ബെഞ്ചിലിരുന്നപ്പോൾ വന്നു. അദ്ദേഹം എന്ത് ചെയ്തു, അത് പരിഗണിച്ചുകൊണ്ട് ജസ്റ്റിസ് പരിപൂർണനെയും അതുപോലെ തന്നെ ജസ്റ്റിസ് BM തുളസീദാസിനെയും D കാർത്തികേയനെയും ഒരു കമ്മിറ്റി നിയോഗിച്ച് അവർ പഠിച്ചു. ആ ബോർഡിനെ പകുതി വെച്ച് പിരിച്ചുവിട്ടു. അപ്പോൾ ഇത്ര കർക്കശമായ നടപടിക്രമങ്ങൾ എടുക്കാൻ ബഹുമാനപ്പെട്ട കോടതിക്ക് അധികാരമിരിക്കുകയാണ്. കാരണം കോടതിക്കാണ് ഈ വിഗ്രഹങ്ങളുടെ ഗാർഡിയൻഷിപ്പ്, രക്ഷാകർതൃത്വം, അതാണ് അവരുപയോഗിക്കുന്നത്. പക്ഷേ എവിടെയെല്ലാം അവർ പോകും. ഭരിക്കേണ്ടവർ ഭരിക്കാതിരുന്നാൽ നല്ല ബോർഡ് 4 വർഷമാക്കുകയും 4 വർഷത്തേക്ക് നല്ലൊരു ബോർഡ് വെച്ചാൽ ഇതിനോട് അർപ്പണ ബോധത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരു ബോർഡ് വന്നാൽ തീർച്ചയായിട്ടും ആ 4 വർഷം കൊണ്ട് ഈ സ്ഥാപനം സുന്ദരമാകും. ഇതിന് ഫണ്ട് കൊണ്ട്, ഇതിന് ഭക്തജനങ്ങളുടെ സംഭാവന കൊണ്ടും ഇതിൻ്റെ സാമ്പത്തികമായി ഇത് ഒരു 1000 വർഷത്തേക്ക് സമ്പന്നമാവുകയും ചെയ്യുന്നതാണ് എൻ്റെ അഭിപ്രായം.